ആഘോഷിക്കാനുണ്ടോ എന്ന് വെച്ചാൽ ഏത് സർക്കാരും അവരുടെ വാർഷികാഘോഷം നടത്താറുണ്ട്. പക്ഷെ ഇത്രയും വിപുലമായ രീതിയിൽ ദിവസങ്ങളോളം നീളുന്ന സഞ്ചരിച്ചുകൊണ്ടുള്ള ആഘോഷത്തിനുള്ള വകുപ്പ് നമുക്കുണ്ടോ എന്ന് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്ന ചില കാര്യങ്ങൾ കൊണ്ട് സംശയമുണ്ടാക്കുന്നു. കാരണം കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നു, നമുക്ക് തരേണ്ട വിഹിതം തരുന്നില്ല, നമ്മളാകെ ബുദ്ധിമുട്ടുകയാണ് എന്ന് പറയുന്ന ഘട്ടത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ ഇവിടെ ആശാ സമരം ഇന്ന് 100-ാം ദിവസത്തിലെത്തി നിൽക്കുന്ന ദിവസമാണ്. അവിടെ സർക്കാർ കേക്ക് മുറിക്കുമ്പോൾ അവിടെ സമരത്തിൽ 100-ാം ദിവസം ആചരിക്കുകയാണ് അവിടെ ആശാ സമരം നടത്തുന്നവർ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ പാങ്ങില്ല, അത് കേന്ദ്രമാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു ഘട്ടത്തിൽ ഇത്ര വിപുലമായ ആഘോഷത്തിന് സാഹചര്യമുണ്ടോ? കാരണം ഈ ആഘോഷം നടത്തുക എന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ നേട്ടങ്ങൾ അത് ജനങ്ങൾക്ക് കിട്ടുന്ന രൂപത്തിൽ മാത്രമല്ല, അതുകൂടാതെ ഇതിന് പ്രചരണത്തിനുള്ള സംവിധാനങ്ങളും അത് വിപുലമായി ഹോർഡിങ്സ് ഒക്കെ ആയിട്ടുള്ള സംവിധാനങ്ങൾ, അതിന് എത്ര കോടി മുടക്കി എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ഹോർഡിങ്ങിന് മാത്രമായി 15 കോടിയാണ്. അപ്പോൾ ബാക്കി എല്ലാ പ്രചാരണങ്ങൾക്കും എത്രത്തോളം പത്രങ്ങളിലെ പരസ്യമടക്കം എത്രത്തോളം തുക അതിലേക്ക് മാറ്റിവെക്കുന്നു എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സംവിധാനം എവിടെ നിന്ന്? പണമില്ല എന്നൊരു വശത്ത് പറയുമ്പോൾ അതൊരു ധൂർത്തല്ലേ എന്നൊരു ചോദ്യം സാധാരണക്കാരന് തോന്നാം. ഇനി വികസനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുകയാണ്. ഈ 9 വർഷം എന്ന് പറയുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ കൂടി നടത്താൻ രണ്ടാം പിണറായി സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു നേട്ടമായി തന്നെ കാണാം. പക്ഷേ ആ വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ NH-മായി ബന്ധപ്പെട്ട് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അത് പൂർണ്ണമായും കേന്ദ്ര ഫണ്ടാണ്, പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുമ്പോൾ ഓരോ ഘട്ടത്തിലും ഈ റോഡുകളാണ് ഒരു അഭിമാന നേട്ടമായി ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. മന്ത്രി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഈ ഓരോ ടീമായി ഓരോ സൈറ്റുകളിൽ പോയി വിവിധ ജില്ലകളിൽ ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്ക് പറയാനുള്ളതും കേട്ടുകൊണ്ട് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ ഈ കാര്യത്തിൽ യോഗം വിളിക്കാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഈ ഇടത് സർക്കാർ ഈ NH റോഡ് സാധ്യമാക്കിയത് സർക്കാർ ഒരു വിഹിതം കൊടുത്തതുകൊണ്ടാണ്. 25% സർക്കാർ എടുക്കുന്നു എന്നുള്ളതാണ്. അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഇനീഷ്യേറ്റീവ് ആണ് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. അപ്പോൾ ആ ക്രെഡിറ്റ് വരുമ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നത്തിൻ്റെ ഒരു വ്യാപ്തി, അതിലുള്ള ഒരു ഉത്തരവാദിത്വം കൂടി സർക്കാർ ഏറ്റെടുക്കേണ്ടത്. കാരണം ഈ പറയുന്ന NHI ഉദ്യോഗസ്ഥൻ ഇന്ന് പ്രതികരിച്ചിരിക്കുന്നത് തനിക്കൊരു പരാതിയും കിട്ടിയിട്ടില്ല എന്നാണ്. ഈ റോഡുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ദുരന്തമുണ്ടായിരിക്കുന്ന കോഴിക്കോട്ടെ പാത, ആ പാതയിൽ അത് പാടത്തോട് ചേർന്നുള്ള പ്രദേശമാണ്. അപ്പോൾ പ്രാദേശികമായ പ്രത്യേകതകൾ കണക്കിലെടുത്താണോ നിർമ്മിക്കുന്നത് എന്നുള്ളത് വളരെ പ്രാഥമികമായി പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന രൂപത്തിലുള്ള യോഗങ്ങളൊക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന രൂപത്തിൽ ജനങ്ങളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും അഭിപ്രായം തേടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടുത്തെ പ്രാദേശികമായ പ്രശ്നങ്ങളും അവിടുത്തെ സാഹചര്യം ഉറപ്പായിട്ടും മുഖ്യമന്ത്രി അറിയേണ്ടതാണ്, അല്ലെങ്കിൽ പൊതുമരാമത്ത് മന്ത്രി അറിയേണ്ടതാണ്. നമ്മൾ ഒരു കഴിഞ്ഞ മഴക്കാലത്തിന് മുൻപ് ഈ നാഷണൽ ഹൈവേ നടക്കുന്നതിന് നമ്മൾ ലൈവത്തോൺ കാസർഗോഡ് തുടങ്ങി നമ്മൾ ശിരൂരിന് ശേഷം വലിയ രീതിയിൽ ലൈവത്തോൺ സംഭവിക്കും എന്നുള്ളത് ഈ മഴക്കാലം സംഭവിക്കും നമ്മൾ അന്നേ പറഞ്ഞു. അത് സംഭവിച്ചിരിക്കുന്നു. മാത്രമല്ല ഒരു സ്ഥലത്തല്ല, കാസർഗോഡും കാണുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആശങ്കയുടെ നിമിഷങ്ങൾ. ഇപ്പോൾ മഴയുടെ ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ കേൾക്കുന്നത് അപകട വാർത്തകളാണ്. അപ്പോൾ തുടർന്ന് അങ്ങോട്ട് മഴ കനക്കുമ്പോൾ എന്താകുമെന്നുള്ള ഭീതി അവിടെ നിൽക്കുകയാണ്. അത് ഒരു ചെറിയ അപകടം ആയിട്ടല്ല വരികയാണെങ്കിൽ അതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ അതൊരു വിഷയമായി അവിടെ വികസനവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്നു. പിന്നെ കഴിഞ്ഞകാല സർക്കാരുകളിലെ തുടർച്ചയായി നടക്കുന്ന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വേഗമുണ്ടായിട്ടുണ്ട്. വിഴിഞ്ഞുമായി ബന്ധപ്പെട്ട് വേഗമുണ്ടായി. 9 വർഷം ഉണ്ടാകുമ്പോൾ ആ പദ്ധതി പൂർത്തിയാക്കുന്ന ഇടത് സർക്കാരാണ്. ഇനി ഗെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ സമരത്തിനിറങ്ങിയവരാണ് CPM-കാർ. ഭൂമിക്കടിയിലെ ബോംബ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ആ സമരം ചെയ്തവർ തന്നെയാണ് ഇപ്പോൾ മന്ത്രിമാരായി നിൽക്കുന്നതും. അവരുടെ നിലപാട് മാറ്റിയും നല്ലതാണ്. വികസനവുമായി ബന്ധപ്പെട്ട നിലപാട് മാറ്റങ്ങളിൽ നല്ലതാണ്. പക്ഷേ സമരം ചെയ്യുന്ന ഘട്ടത്തിൽ അതിനെ എങ്ങനെയാണ് കണ്ടത്? ഇപ്പോൾ സർക്കാർ സമരങ്ങളോട് എടുക്കുന്ന സമീപനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ അതാ പറയുന്നത്, വികസനവുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നിലാണെങ്കിൽ ഒരു മനുഷ്യമുഖമുണ്ടോ, മനുഷ്യത്വത്തോടു കൂടിയുള്ള സമീപനമുണ്ടോ? സമരങ്ങളോട് എടുക്കുന്ന സമീപനം എന്താണ്? സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവരെല്ലാവരും ഗൂഢാലോചനക്കാരാണ് എന്നൊരു സിദ്ധാന്തവുമായി വരിക, ഒരു ചാപ്പ കുത്തുക, അവർ തീവ്രവാദികളാണ് എന്ന് പറയുക, അവർക്ക് മറ്റെന്തൊക്കെയോ തീവ്ര ബന്ധങ്ങളുണ്ട് എന്ന് പറയുക, സമരം ചെയ്യുന്നവരെ കണ്ടാലറിയാമെന്ന് പറയുക. ഇതൊക്കെ നമ്മൾ ദേശീയ തലത്തിൽ ചില BJP നേതാക്കളിൽ നിന്ന് കേട്ടതിൻ്റെ മറ്റൊരു വേർഷനായിട്ട് വേണമെങ്കിൽ കാണാം. ആ രൂപത്തിൽ ചില നേതാക്കൾ പറയുന്നുണ്ട് എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. ആശാസമരം മാത്രമല്ല, നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ സമരങ്ങൾ കാണുന്നുണ്ട്. ആ സമരങ്ങളോടൊക്കെ എടുത്തിട്ടുള്ള സമീപനം, പല നേതാക്കളും നടത്തിയ പ്രതികരണങ്ങൾ, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതവിടെ ഒരു വിഷയമായി അവിടെ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ സർക്കാർ പണം ചെലവിടുന്നത് ധൂർത്താണ് എന്നൊരു വിഷയം. ഇപ്പോൾ ഇനി ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലീസിനെതിരെ വരുന്ന ഏതൊരു വിമർശനത്തെയും പോലീസിൻ്റെ മനോവീര്യം തകർക്കരുത് എന്ന സമീപനമാണ് എല്ലാ കാലത്തും മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വന്നിരുന്ന പല ആരോപണങ്ങളിലും മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നിലപാട്, പലപ്പോഴും അവലംബിച്ച മൗനം, അതൊക്കെ
പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നാക്ക ദളിത് വിഭാഗങ്ങൾക്ക് പോലീസിൽ നിന്നും നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ അത് പല കേസുകളായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് നമ്മൾ ബിന്ദുവിലെത്തി നിൽക്കുന്നത്. ബിന്ദുവിലെത്തി നിൽക്കുമ്പോൾ അത് പി ശശിക്ക് തന്നെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ആ പരാതി നൽകാൻ പോയി പി ശശിക്ക് നേരിട്ട് കൊടുത്തപ്പോൾ ഉണ്ടായ അനുഭവമാണ് അവർ പറഞ്ഞത്. നമ്മളാണ് ആ വാർത്ത ബ്രേക്ക് ചെയ്തത്. അവരുടെ അനുഭവം, അവരുടെ പരാതിയും നമ്മളാണ് ആദ്യം കൊടുത്തത്. അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന്. ആ വീഴ്ച പറ്റി എന്ന് പറയുമ്പോൾ അവർ പറയുന്ന മുഴുവൻ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ടോ? ആ നടപടി എന്നുള്ളത് ഒരു സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് വീണ്ടും തിരിച്ചെത്തുമ്പോൾ അവർ തിരുത്തിയിട്ടാണോ വരിക എന്നുള്ള ചോദ്യമുണ്ട്. അവർ മാത്രമല്ല, കൂടുതൽ പോലീസുകാരുണ്ട് എന്നാണ് ബിന്ദു പറയുന്നത്. അപ്പോൾ അങ്ങനെ പൂർണ്ണമായും ആ പരാതി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനമുണ്ടാകുന്നു. ഈ വേടനുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത ആദ്യത്തെ സമീപനം അതിലൊരു തിരുത്തലുണ്ടായി എന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വനം വകുപ്പ് മന്ത്രി എങ്ങനെയാണ് അതിനെ കണ്ടത്? അപ്പോൾ ഇതൊക്കെ ഒരു പൊതു സമീപനത്തിൻ്റെ പ്രശ്നമാണ്. യുദ്ധവിരുദ്ധ പ്രകടനം നടത്തിയവരെ എന്തോ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തി എന്ന രൂപത്തിൽ ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതിന് പോലീസ് പറഞ്ഞ ന്യായം അവിടെ RSSകാർ എതിർക്കാൻ നിൽക്കുന്ന അവിടെ സംഘർഷം ഉണ്ടാകുമെന്നാണ്. അപ്പോൾ RSSകാരുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇവിടെ പോലീസ് പ്രവർത്തിക്കുന്നത്. നേരത്തെ ഉയർന്നിട്ടുള്ള ഒരു ആരോപണമാണ്. അങ്ങനെ ഒരു സംശയം ഉയരുന്നുണ്ട്. കാരണം പശ്ചിമബംഗാളിൽ യുദ്ധവിരുദ്ധ പ്രകടനം അവിടെ CPM തന്നെ നടത്തുന്നുണ്ട്. ഇവിടെ നടത്തുമ്പോൾ അതിന് വേറൊരു മുഖം കാണുകയാണ്. ഇവിടെ പോലീസ് പറയുന്നതിന് അതേപടി വിശ്വസിച്ചുകൊണ്ട് അതേ സമീപനം എടുക്കുന്ന സർക്കാരാണോ, ഇടത് സർക്കാർ അങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന ചോദ്യമുണ്ട്. അപ്പോൾ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം ഇതൊക്കെ തന്നെ വിഷയമാണ്. ജനങ്ങളെ സംബന്ധിച്ച് ജനകീയമായ പ്രശ്നങ്ങൾ, ഈ വലിയ വികസന നേട്ടങ്ങൾ, ഇപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ സൂചിയൊക്കെ പറഞ്ഞു. കേരളം എല്ലാ കാലത്തിലും ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലും മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അത്ര ദരിദ്രരല്ലെന്നേ. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നല്ല നിലവാരത്തിൽ ജീവിക്കുന്നവരാണ്. അതിൻ്റെ ഒരു തുടർച്ച, അതിനൊരു വേഗം ഒരു പക്ഷേ ഈ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം, അങ്ങനെ സംഭവിക്കട്ടെ. പക്ഷേ അത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ ക്രെഡിറ്റ് മാത്രമായി കാണാൻ കഴിയില്ല. ഇനി സാഹോദര്യം എന്നുള്ളത്, സാഹോദര്യം ഇവിടെ നിൽക്കുന്നു. സാഹോദര്യം തകർക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നന്നായി പുരോഗമിക്കുന്നുണ്ട്. അത് തടയാനുള്ള ശ്രമങ്ങൾ എല്ലാ രൂപത്തിലും നടക്കുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ ഈ പറഞ്ഞ ഈ യുദ്ധവിരുദ്ധ റാലിയോട് എടുത്തിരിക്കുന്ന സമീപനം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയും പരിശോധിക്കേണ്ടതാണ്, കണ്ണു തുറന്ന് കാണേണ്ടതാണ്. ഒരു വർഷത്തിനുള്ളിൽ ആ തിരുത്തൽ കൂടി നടത്തുകയാണെങ്കിൽ പ്രോഗ്രസ് റിപ്പോർട്ട് നന്നായി കൊണ്ടുവരാം. ഇവിടുത്തെ പ്രതിപക്ഷം നന്നായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷമാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പ്രതിപക്ഷം ചില പ്രതികരണങ്ങൾ ചിലയിടത്ത് നടത്തിപ്പോകുന്നു. അതിൽ പോലും ഐക്യത്തോടെയുള്ള പ്രതികരണങ്ങളുണ്ടോ എന്ന കാര്യം സംശയമാണ്. പ്രതിപക്ഷം നന്നായി പ്രവർത്തിച്ചാൽ പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിൽ വരാം, അല്ലെങ്കിൽ ഭരണപക്ഷം നന്നായി പ്രവർത്തിപ്പിച്ചാൽ മൂന്നാം പിണറായി സർക്കാർ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. ചെറിയൊരു തിരുത്ത് മാത്രം. ഈ ഗെയിൽ വാതകത്തെക്കുറിച്ച് തിരുത്ത് എന്ന് പറയുന്നത് അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അഭിപ്രായ വ്യത്യാസം അല്ല. തിരുത്തെന്ന് പറയാനുള്ള കാരണം അതിൽ നേരത്തെ CPM നിഷേധിച്ച ഒന്നാണ്. നിഷേധിച്ചിട്ട് കാര്യമില്ല. CPM ഇവിടെ സമരത്തിലുണ്ടായിരുന്നു നമ്മൾ കണ്ടതാണെന്നേ. CPM സമരം ഞാൻ വാർത്ത വായിച്ചിട്ടുണ്ടല്ലോ. വാർത്ത വായിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. പട്ടിത്തറയിലെ പൊതുയോഗത്തിൽ അങ്ങനെ P രാജീവ് പറഞ്ഞതായി ഇന്ന് വരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. തെളിയിക്കാൻ പറ്റുക വാതക ബോംബ് എന്നൊരു പ്രയോഗം രാജീവ് നടത്തിയതായി ഈ നിമിഷം ഭൂമിക്കടിയിലെ ബോംബ് അങ്ങനെയാണ്. ഭൂമിക്കടിയിലെ വാതക ബോംബ് എന്നൊരു പ്രയോഗം നടത്തിയത് CPM അല്ലെന്നും മറ്റൊരു സംഘടനയാണ് എന്നുള്ളതും P രാജീവ് തന്നെ നിഷേധിക്കുകയും നമുക്ക് പറ്റിയിട്ടില്ല. അങ്ങനെ തെളിവില്ല. ഞാൻ പറയുന്ന എല്ലാ സമരങ്ങളിലും പറയുന്ന വാചകങ്ങളെ തെളിവ് കൊണ്ടല്ലോ. എല്ലാ സമരങ്ങളിലും നേതാക്കൾ തെളിയിക്കൂ എന്ന് പറഞ്ഞോട്ടെ. ആ സമരത്തിൽ മുൻനിരയിൽ ഉണ്ടായിരുന്ന ആളാണെന്നേ P രാജീവ്. ഗെയിൽ സമരത്തിൽ മുൻനിരയിലുണ്ടായിരുന്ന നേതാവ് പിന്നീട് ആ ഗെയിൽ സമരത്തെ തള്ളി പറയുമ്പോൾ എന്താണ് പറഞ്ഞത്? പിന്നീട് സമരം ചെയ്യുന്നവരെ എന്താണ് വിളിച്ചത്? നോക്കൂ, ഗെയിൽ വാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വാതക ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് CPMന്റെ എതിർപ്പ് എന്തായിരുന്നു? അന്ന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതായിരുന്നു. ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഇടുന്നതുമായി ബന്ധപ്പെട്ട് BJP വെല്ലുവിളിച്ചപ്പോൾ എന്താണ് ഇടത് സർക്കാർ പറഞ്ഞത്? അവർക്കുള്ള മാന്യമായ കോമ്പൻസേഷൻ കൊടുത്തു. 2016 ശേഷം ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച കോമ്പൻസേഷൻ പാക്കേജ് അല്ലേ കേരളത്തിൽ കൊടുത്തത്? അത് ഭൂമി ഏറ്റെടുക്കുന്ന വിഷയത്തിൽ ഗെയിലിൻ്റെ പദ്ധതിയാവട്ടെ, അത് നേരത്തെ സൂചിപ്പിച്ച ദേശീയപാതയുടെ വികസനത്തിൻ്റെ കാര്യത്തിലാവട്ടെ, അതുകൊണ്ടല്ലേ ആളുകൾ കോമ്പൻസേഷൻ വാങ്ങി പിരിഞ്ഞു പോകാൻ തയ്യാറായത്? ആ വിഷയമല്ലേ അഡ്രസ്സ് ചെയ്തത്? അതിനെന്തിനാണ് നമ്മൾ ഇതുമായിട്ട് ക്ലബ് ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അത് നിലവിൽ CPM P രാജീവും നിഷേധിച്ച വിഷയമാണ്. പൊതുവിൽ സമരങ്ങളോടുള്ള സമീപനം, സർക്കാർ വിരുദ്ധ സമരം ചെയ്യുന്നവരെ എല്ലാം ഒരു പ്രത്യേക ചാപ്പകുത്തി പ്രത്യേക രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. എനിക്ക് വിയോജിപ്പില്ല. അത് ഭരണപക്ഷത്തിരിക്കുന്നവർ എപ്പോഴും സമരത്തോട് അസഹിഷ്ണുത കാണിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. ആശാ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നവർ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത് ശരിയായില്ല. പക്ഷേ നമ്മുടെ മുന്നിൽ സമരം കിടപ്പുണ്ടെന്ന് മറക്കരുത്. അല്ലല്ല, ഈ CPM പ്രതിപക്ഷത്ത് നിൽക്കുന്ന സമയത്ത്, ആ പ്രതിപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് സമരം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സ്ഥലം ഏറ്റെടുക്കുന്നവർക്ക് അവരുടെ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണല്ലോ. ആ സമയത്ത് അവരുടെ കൂടെ ഈ പറഞ്ഞ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അല്ല, അവർക്ക് അന്നേരം ഈ സമയത്ത് പറഞ്ഞ വാക്കുകളൊക്കെ എടുത്തു വെച്ചിട്ട് ഇതിന് പ്രൊജക്റ്റിനെതിരാന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന് ശേഷം വന്ന ഇടതുപക്ഷ
പ്രതിപക്ഷ സർക്കാർ അത് പൂർത്തീകരിക്കുന്ന സമയത്ത് നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ഈ പറഞ്ഞ UDF ഉണ്ടാവണ്ടേ? Meet the editors.